ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല. സ്വകാര്യ പരിപാടികളിലാകും കൂടുതലും രാഹുൽ പങ്കെടുക്കാൻ സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് യാത്രയ്ക്ക് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ മൗന അനുവാദമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പാർട്ടി സഹകരിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഇന്ന് പ്രതികരിച്ചു. സ്വന്തം മണ്ഡലത്തിൽ പോകരുതെന്ന് പറയാൻ കഴിയില്ലെന്ന് K. മുരളീധരനും. ഇപ്പോഴും പാലക്കാട് MLA അദ്ദേഹമല്ലേ? ഞങ്ങൾ പാർട്ടി സസ്പെൻഡ് ചെയ്ത് MLA മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ടാമിണ്ടേ അല്ല ഞങ്ങൾ വഴിമാറി നടക്കണം. എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത്. പാർട്ടിയുടെ മാറ്റി നിർത്തിയത് പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിൻ്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും. പൗരനല്ലേ MLA അല്ലേ? അവിടുത്തെ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കില്ല. എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. പാർട്ടി അദ്ദേഹത്തിനെ വെളിയിലാക്കിയിട്ടുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കണക്കാക്കി അത് ആ നയം KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാണ്ട് അപ്പുറമൊന്നുമില്ല. അത് MLA അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിൽ തലയിടേണ്ട ആവശ്യമില്ല. നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അദ്ദേഹം പരിപാടികളൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതൊരു MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പം അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് DYFയുടെയും BJPയുടെയും തീരുമാനം. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ആയിഷത്തുൽ ഷംന പറയും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും പാലക്കാട് മണ്ഡലത്തിൽ തുടരുകയാണ്. ഇന്ന് പൊതുപരിപാടികൾ ഒന്നും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് പേഴ്സണൽ പരിപാടികളായിരിക്കും. ഒപ്പം തന്നെ നാളെയോടുകൂടി മണ്ഡലത്തിൽ സജീവമായി ഔദ്യോഗിക കാര്യങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് സജീവമാവാനാണ് തീരുമാനം. എന്തായാലും പാർട്ടി ഒപ്പം നിൽക്കില്ല എന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പൻ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു MLA എന്ന നിലയിൽ ഒരിക്കലും രാഹുലിനെ തടയാനോ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനോ ഒന്നും പാർട്ടിക്കോ മറ്റുള്ള ആളുകൾക്കോ കഴിയില്ല. പക്ഷേ UDF കോൺഗ്രസ് ഒന്നും ഒരിക്കലും രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല, ഒരു പാർട്ടി പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം മറ്റ് കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ തന്നെയാണ് രാഹുൽ ഇന്നലെ MLA ഓഫീസിലെത്തിയപ്പോൾ സ്വീകരണം നൽകിയതും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒപ്പമില്ല, രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും രാഹുലിന് രഹസ്യമായ ഒരു പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒക്കെ ഈ രാഹുൽ മണ്ഡലത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നേതൃത്വത്തിനോട് അനുമതി ചോദിച്ചിരുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് വിഷയത്തിൽ. അതായത് ഈ കാര്യത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടത് രാഹുലാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ശുദ്ധത വരുത്തുക, ഒപ്പം പവിത്രത, അതൊക്കെയാണ് ഒരു ജനപ്രതിനിധിയുടെ മുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കാക്കേണ്ടതും അതിൽ വ്യക്തത വരുത്തേണ്ടതും രാഹുലാണ്. ലീഗിന്റെ പരിപാടികളിലൊന്നും രാഹുലിനെ പങ്കെടുപ്പിക്കില്ല. ഒപ്പം തന്നെ ഇനി ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് രാഹുലാണ്. അത് കോൺഗ്രസ് ആണ് രാഹുലിനോട് ആവശ്യപ്പെടേണ്ടത്. മുസ്ലിം ലീഗിന് അത് നേരിട്ട് രാഹുലിനോട് ആവശ്യപ്പെടാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തണം, രാഹുലിനോട് അക്കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടണം. എന്തായാലും 27-ാം തീയതി നേതാക്കൾ എത്തും. അതിനുശേഷം രാഹുലിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് അടക്കം കൃത്യമായ നിലപാടെടുക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം നമ്മളോട് അറിയിക്കുന്നത്. ഒപ്പം രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നതോടുകൂടി, സജീവമാകുന്നതോടുകൂടി പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെയും CPIMന്റെയും തീരുമാനം. താങ്ക് യു. പാലക്കാട് ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.